ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ശ്രീമദ് ഭാഗവതത്തിലെ തൃതീയ സ്കന്ധത്തിലെ 20-ാം അധ്യായത്തിലെ ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ വിതുര മൈത്രേയ സംവാദമായിട്ട് സൃഷ്ടിക്രമത്തെക്കുറിച്ച് പറയുന്നു. ആ ശ്ലോകങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. സസർജ ഛായയാ വിദ്യാം പഞ്ചപർവാണമഗ്രതഃ താമിശ്രം അന്ധതാമിശ്രം തമോമോഹോ മഹാതമ. ഇവിടെ യോഗ സൂത്രത്തിലെ പതഞ്ജലി മഹർഷി പറഞ്ഞ സംഗതികളാണ് ഭാഗവതത്തിനും അവലംബമായിട്ടുള്ളത്. അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം ഇവയെയും യോഗശാസ്ത്രത്തിലെ ക്ലേശങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇവ മനസ്സിന്റെ ദുരിതങ്ങളും തടസ്സങ്ങളുമാണ്. ഇവയെ അതിജീവിക്കുന്നതിലൂടെ മോക്ഷം അഥവാ ആത്മസാക്ഷാത്കാരം നേടാൻ സാധിക്കും എന്നാണ് യോഗശാസ്ത്രത്തിലെ പതഞ്ജലി സമർത്ഥിക്കുന്നത്. അവിദ്യ എന്ന് പറഞ്ഞാൽ അജ്ഞാനം. ഇവിടെ അജ്ഞാനം എന്ന് പറയുന്നത് അവനവന്റെ യഥാർത്ഥ സ്വരൂപം അറിയാൻ സാധിക്കുന്നില്ല. മറിച്ച് ഞാൻ ശരീരമാണ് എന്നുള്ള തെറ്റായ ധാരണയാണ് എല്ലാവരിലും എല്ലാ ജീവജാലങ്ങളിലും കാണപ്പെടുന്നത്. ആ ശരിയായതിനെ കുറിച്ചുള്ള അറിവില്ലായ്മയ്ക്കാണ് പതഞ്ജലി മഹർഷി അജ്ഞാനം, അവിദ്യ എന്ന് പറഞ്ഞത്. അസ്മിത എന്നുള്ളത് അഹംഭാവം, ഞാൻ എന്ന ഭാവം. അതൊന്നുണ്ടാവുന്നതാണ് എന്ത്? അഹംഭാവം. നമുക്ക് ഓരോരുത്തർക്കും തോന്നുന്നു ഞാൻ ഇന്നതൊക്കെ ആണ്. അത് 3 തരത്തിലുള്ള അഹങ്കാരങ്ങൾക്ക് കാരണമാകുന്നു എന്ന് ഇനി തുടർന്ന് മൈത്രേയ മഹർഷി പറയുന്നത് കാണാം. താമസാഹങ്കാരം, രാജസാഹങ്കാരം, സാത്വികാഹങ്കാരം എന്നിങ്ങനെ അത് 3ആയിട്ട് പിരിയുന്നത് കാണാം. രാഗം എന്ന് പറഞ്ഞാൽ പറ്റിപ്പിടിക്കാനുള്ള താല്പര്യം, ഒട്ടിപ്പിടിക്കാനുള്ള താല്പര്യം, ആഗ്രഹം, പലതരത്തിലുള്ള വിഷയങ്ങളോടുള്ള താല്പര്യം, ആകർഷണം, ഇതിനെയാണ് രാഗം എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ സാധാരണ ഇഷ്ടം എന്നൊക്കെ പറയുന്നത് ഈ രാഗം എന്നുള്ള കാര്യത്തെയാണ്. ദ്വേഷം എന്ന് പറഞ്ഞാൽ വിദ്വേഷം, വെറുപ്പ്, ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോടുള്ള വിമുഖത, അതെന്തിനോടും ആവാം. അഭിനിവേശം മരണഭയം എന്നാണ് അർത്ഥം. നിലനിൽക്കാനുള്ള തീവ്രമായ ആഗ്രഹം. ഈ 5 കാര്യങ്ങളും മനസ്സിന്റെ ചഞ്ചലതയ്ക്ക് കാരണമാകുന്നു. ഇവയെ മനസ്സിലാക്കി അതിനെ അതിജീവിക്കാനാണ് യോഗശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ യോഗശാസ്ത്രത്തിലെ വിഷയങ്ങളെല്ലാം തന്നെ ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കപിലവാസുദേവൻ അമ്മ ദേവഹൂതി ദേവിക്ക് ഉപദേശിക്കുന്നതായിട്ട് കാണാം. അപ്പൊ ഇനി 19-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കാം. വിസസർജാത്മനഃകായം നാഭിനന്ദം സ്തമോമയം ജഗൃഹു യക്ഷരക്ഷാംസി രാത്രിം ക്ഷുത്രൽ സമുദ്ഭവാം. സഹ തമോമയം, ബ്രഹ്മാവ് തമോമയമായ ആത്മനഃ കായം സൃഷ്ടി ചെയ്ത തൻ്റെ ശരീരത്തെ അഭിനന്ദിക്കാതെ വിസസർജ ത്യജിച്ചു. താം ക്ഷുത്രട് സമുദ്ഭവാം, അതിനെ വിശപ്പ്, ദാഹം ഇവയുണ്ടാക്കുന്ന രാത്രിയായിട്ട് യക്ഷരക്ഷാംസി, അതിൽ നിന്നുടലെടുത്ത യക്ഷന്മാരും രക്ഷസുകളും ജഗൃഹു സ്വീകരിച്ചു. ക്ഷുത്രഭ്യാം ഉപസൃഷ്ടാംസ്തേ തം ജഗ്ധമഭിദുദ്രുവോ മാ രക്ഷതൈനം ജക്ഷധ്വമിത്യൂചു ക്ഷുത്രടാർദിതാഹ. ക്ഷുത്രഭ്യാം, വിശപ്പ്, ദാഹം ഇവയാൽ ഉപസൃഷ്ടാഹ പീഡിതരായ തേ അവർ, തം ആ ബ്രഹ്മാവിനെ, ജഗ്ധും ഭക്ഷിക്കുവാൻ, അഭിദുദ്രുവു ഓടി വന്നു. ക്ഷുത്രടാർദിത, വിശന്ന് ദാഹിച്ച് വലഞ്ഞ ഏനം ഇവനെ, മാ രക്ഷത രക്ഷപ്പെടാൻ അനുവദിക്കരുത്, ജക്ഷധ്വം ഭക്ഷിക്കുവിൻ, ഇതി എന്നിങ്ങനെ ഊച്ചൂച്ച പറയുകയും ചെയ്തു. അത് എന്നുള്ള ധാതുവിന് പല രൂപങ്ങളിലും പറയപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഘസാദേശം ഉണ്ടായാൽ അത്തും എന്ന അർത്ഥത്തിലാണ് ഇവിടെ ജഗ്ധും എന്ന പ്രയോഗം. ജഗ്ധും ഭക്ഷിക്കാൻ. തുടർന്ന് 21-ാമത്തെ ശ്ലോകം. ദേവസ്ഥാനാഹ സംവിഘ്നോ മാം ജക്ഷത രക്ഷത അഹോമേ യക്ഷരക്ഷാംസി പ്രജായൂയം ബഭൂവിധ. സംവിഘ്നഃ, പരിഭ്രാന്തനായ, ദേവഃ ബ്രഹ്മാവ്, മാം എന്നെ, മാ ജക്ഷത ഭക്ഷിക്കരുത്, രക്ഷത രക്ഷിക്കുവിൻ, യക്ഷരക്ഷാംസി യക്ഷന്മാരും രക്ഷസ്സുകളുമായ യൂയം നിങ്ങൾ,
മേ എൻ്റെ പ്രജാഹ സന്താനങ്ങളായി ബഭൂവിധ ഭവിച്ചുവല്ലോ. അഹോ കഷ്ടം ഇതി താനഹ എന്ന് അവരോട് പറഞ്ഞു. മാ ജക്ഷത എന്നുള്ള വാക്കിന് മാ ഭക്ഷയത എന്നാണ് ശ്രീധരാചാര്യർ കൊടുക്കുന്ന അർത്ഥം. ദേവതാ പ്രഭയായ ദിവ്യൻ പ്രമുഖതോ സൃജത് തേ അഹാർഷുർദേവയന്തോ വിസൃഷ്ടാം താം പ്രഭാമഹ. പ്രഭയാ പ്രകാശത്താൽ ദിവ്യൻ ശോഭിച്ച ബ്രഹ്മാവ് യാ ഏതേത് ദേവതാഹ ദേവകളെ പ്രമുഖതഃ മുഖ്യത്വേന അസൃജത് സൃഷ്ടിച്ചുവോ തേ അവർ ദേവയന്തഃ വിഹരിച്ചുകൊണ്ട് വിസൃഷ്ടാം ബ്രഹ്മാവിനാൽ ത്യജിക്കപ്പെട്ട താം പ്രഭാം ആ പ്രകാശത്തെ അഹഹ പകലായിട്ട് അഹാർഷു അംഗീകരിച്ചു. തേ ഹാരിഷു എന്ന് ചില ഗ്രന്ഥങ്ങളിൽ പാഠഭേദം കാണുന്നുണ്ട്. ദിവ് എന്നുള്ള ഒരു ധാതു ഉണ്ട്. ആ ദിവ് ധാതുവിന്റെ അർത്ഥങ്ങൾ മിക്കവയും ഓരോ പദങ്ങളിലായി ഈ ശ്ലോകങ്ങളിൽ വരുന്നുണ്ട്. അപ്പം ഇവിടെ ഈ പറഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞ സംഗതി എന്താ ചോദിച്ചാൽ, ബ്രഹ്മാവിന് തമോമയമായ ആ സൃഷ്ടി ഇഷ്ടപ്പെട്ടില്ല, തന്നിമിത്തം ആ ശരീരത്തെ ഉപേക്ഷിച്ചു. അതാണ് രാത്രിയായി പരിണമിച്ചത്. വിശപ്പ്, ദാഹം ഇത്യാദികൾക്ക് ആസ്പദമായ ആ രാത്രിയെ യക്ഷന്മാരും രക്ഷസുകളും സ്വീകരിച്ചു. വിശപ്പും ദാഹവും സഹിയാതെ അവരിൽ ചിലർ രക്ഷിക്കരുത് എന്നും മറ്റു ചിലർ ഭക്ഷിച്ചാലും എന്നും പറഞ്ഞു. ബ്രഹ്മാവ് അവരോട്, നിങ്ങൾ എൻ്റെ പുത്രന്മാരാണല്ലോ, അതിനാൽ എന്നെ ഭക്ഷിക്കരുത്, രക്ഷിച്ചാലും എന്ന് മറുപടി പറഞ്ഞു. ബ്രഹ്മാവോട് രക്ഷിക്കരുത് എന്ന് പറഞ്ഞവർ രക്ഷസുകളായും ഭക്ഷിച്ചാലും എന്ന് പറഞ്ഞവർ യക്ഷന്മാരായും അറിയപ്പെടുന്നു. ബ്രഹ്മാവിന്റെ പ്രകാശമയമായ ദേഹത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരും സാത്വികന്മാരുമായവരാണ് ദേവന്മാർ. ബ്രഹ്മാവ് പ്രഭാരൂപമായ ആ ദേഹവും ത്യജിച്ചു, അതാണ് പകൽ. അതിനെ ദേവന്മാര് സ്വീകരിച്ചു. അപ്പൊ ഇവിടെ നമ്മൾ സൃഷ്ടിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. സൃഷ്ടിയിലുണ്ടായ ഒരു സവിശേഷമായ സംഗതിയാണ് വിശപ്പ്, ദാഹം, രതി തുടങ്ങിയ സവിശേഷമായ അവസ്ഥകൾ. ജീവനുള്ളവയ്ക്കൊക്കെ ഈ വിശപ്പും ദാഹവും രതിയുമൊക്കെ ഉണ്ട്. ഈ വിശപ്പും ദാഹവും ഇല്ലെങ്കിൽ ഈ ജീവജാലങ്ങൾ ഇവിടെ നിലനിൽക്കുകയോ പരസ്പരം ഭക്ഷിച്ച് വംശവർധന നടത്തുകയോ ഒന്നും ചെയ്യില്ല. അപ്പൊ എങ്ങനെയാണ് ഭഗവാൻ ബ്രഹ്മാവ് ഈ ബിഷപ്പിനെ സൃഷ്ടിച്ചത് എന്നുള്ള കാര്യമാണ് ഇവിടെ ഇങ്ങനെ കഥ പോലെ പറഞ്ഞു പോകുന്നത്. വാത്മീകി രാമായണം ഉത്തരകാണ്ഡത്തില് സമാന പ്രകരണത്തില് രക്ഷാമ എന്ന് പറഞ്ഞവർ രക്ഷസുകളും, യക്ഷാമ അതായത് ഉച്ചാരണ ശുദ്ധിയുടെ അഭാവത്താൽ അവർ യക്ഷാമ എന്നാണ്, അവർക്ക് രാന്ന് ശബ്ദിക്കാൻ സാധിച്ചില്ല, അവർ യാന്ന് ശബ്ദിച്ചു. അതുകൊണ്ട് അവർ യക്ഷന്മാരും ആയി തീർന്നു എന്നിങ്ങനെ വാത്മീകി മഹർഷി സൂചിപ്പിക്കുന്നുണ്ട്. തുടർന്ന് ദേവോദേവാൻ ജഘനത സൃജതി സ്മാതി ലോലുപാന് തയേനം ലോലുപതയ മൈഥുനായാഭിപേതിരെ. ജഘനത അരക്കെട്ടിൽ നിന്ന് ദേവഹ ബ്രഹ്മാവ് അതിലോലുപാൻ അത്യന്തം കാമാസക്തിയോടുകൂടിയ അദേവാൻ അസുരന്മാരെ സൃജതി സ്മ സൃഷ്ടിക്കുകയുണ്ടായി. അവർ ലോലുപതയ കാമപാരവശ്യത്താൽ ഏനം ഈ ബ്രഹ്മാവിനെ തന്നെ മൈഥുനായ സംഭോഗത്തിനായി അഭിപേതിരെ സമീപിച്ചു. തതോ ഹസൻസ ഭഗവാൻ അസുരേർ നിരപത്രപൈഹി അന്വയമാനസ്തരസാഹ ക്രുദ്ധോ ഭീത പരാപതത്. ഹസൻ ചിരിച്ചുപോയ സഹ ഭഗവാൻ ആ ബ്രഹ്മാവ് തതഹ പിന്നെ നിരപത്രപൈഹി നിർലജ്ജരായ അസുരൈഹി അസുരന്മാരാൽ അന്വയമാനഹ പിന്തുടരപ്പെടുകയാൽ ക്രുദ്ധ ഭീത ച സൻ കോപിച്ചും ഭയന്നും കൊണ്ട് തരസ ഉടനെ പരാപതത് ഓടിക്കളഞ്ഞു. സ ഉപവ്രജവരദം പ്രപന്ന ആർത്തിഹരം ഹരിം അനുഗ്രഹായ ഭക്രാനാം അനുരൂപാത്മദർശനം. സഹ ആ ബ്രഹ്മാവ് പ്രപന്നാർത്തിഹരം ആശ്രിതരുടെ ദുഃഖത്തെ അകറ്റുന്നവനും ഭക്രാനാം ഭക്തരുടെ അനുഗ്രഹായ അനുഗ്രഹത്തിന് അനുരൂപാത്മദർശനം ഉതകുന്ന രൂപത്തെ കാണിക്കുന്നവനും ഭരതനുമായ ഹരിം ശ്രീഹരിയെ ഉപവ്രജ്യ സമീപിച്ചു. പാഹിമാം പരമാത്മംസ്തേ പ്രേഷണേനാസൃജം പ്രജാഹ താ ഇമാ യഭിതും പാപാം ഉപാക്രാമന്തി മാം പ്രഭോ. ഹേ പ്രഭോ പരമാത്മൻ, അല്ലയോ പ്രഭോ പരബ്രഹ്മമേ, തേ അങ്ങയുടെ പ്രേഷണേന പ്രേരണയാൽ പ്രജാഹ പ്രജകളെ
അസൃജം ഞാൻ സൃഷ്ടിച്ചു, പാപാഹ തേ പാപികളായ ആ ഇമാമാം ഇവർ എന്നെ യഭിതം മൈഥുനം ചെയ്യാനായി ഉപാക്രാമന്തി അടുക്കുന്നു, മാം പാഹി എന്നെ രക്ഷിക്കണേ. അവിടെ നമ്മളൊരു പുതിയ വാക്ക് കാണുന്നു, യഭിതും. യഭ് യഭ മൈഥുനേ എന്നുള്ള ധാതുവിന്റെ തമുന്നന്ത രൂപമാണ് യഭിതും എന്നുള്ള ശബ്ദം. ത്വമേക കില ലോകാനാം ക്ലിഷ്ടാനാം ക്ലേശനാശനഃ ത്വമേക ക്ലേശതസ്തേഷാം അനാസന്നപദാം തവ. ക്ലിഷ്ടാനാം ലോകാനാം ക്ലേശിക്കുന്നവരുടെ ക്ലേശനാശനഃ ക്ലേശനാശകനായി, ത്വം ഭഗവാൻ, ഏകഹ കില ഒരാൾ മാത്രമാണ്, തവ അങ്ങയുടെ, അനാസന്നപദാം തേഷാം തൃപ്പാദത്തെ ആശ്രയിക്കാത്തവർക്ക്, ക്ലേശതഃ ക്ലേശത്തെ നൽകുന്നവനും, ത്വം ഏകഹ അങ്ങ് മാത്രമാണല്ലോ. സോപധാര്യാസ്യ കാർപ്പണ്യം വിവിക്രാധ്യാത്മദർശനഃ വിമുഞ്ച ആത്മതനം ഘോരാം ഇത്യുക്തോ വിമുമോചഃ. വിവിക്രാധ്യാത്മദർശനഃ അന്യന്റെ മനോവിചാരം തന്നിൽ ദർശിക്കുന്നവനായ, സഹ ആ വിഷ്ണു ഭഗവാൻ, അസ്യ ബ്രഹ്മാവിന്റെ, കാർപ്പണ്യം ദൈന്യത്തെ, അവധാര്യ കണ്ടറിഞ്ഞ്, ഘോരാം കാമകശ്മലമായ, ഘോരമായ കാമകശ്മലമായ അല്ലെങ്കിൽ ഘോരമായിട്ടുള്ള, ആത്മതനും സ്വശരീരത്തെ, വിമുഞ്ച ഉപേക്ഷിക്കൂ എന്ന് ഉപദേശിച്ചു. ഇതി ഉക്രഹ ഇപ്രകാരം ഉപദേശിക്കപ്പെട്ട ബ്രഹ്മാവ്, വിമുമോചഃ അത് ത്യജിക്കുകയും ചെയ്തു. അപ്പൊ ഈ ശ്ലോകങ്ങളിൽ പറഞ്ഞ സംഗതി എന്താ ചോദിച്ചാൽ, ബ്രഹ്മാവ് തന്റെ ജഖന പ്രദേശത്തു നിന്ന്, ജഖനം എന്ന് പറഞ്ഞാൽ അരക്കെട്ട് നിന്ന് വിഷയലംബടന്മാരായ അസുരന്മാരെ സൃഷ്ടിച്ചു. അവർ കാമപരവശരായിട്ട് ബ്രഹ്മാവിനെ ഭോഗാർത്ഥം സമീപിച്ചു. സ്വവർഗഭോഗം ആസുരമാണെന്ന് ഇതിൽ നിന്ന് സിദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം ബ്രഹ്മാവ് അത് കണ്ട് ചിരിച്ചു. അനന്തരം നിർലജ്ജരായ അസുരന്മാരാൽ അനുഗമിക്കപ്പെട്ടവരായിട്ട് ക്രോധത്തോടും ഭയത്തോടും കൂടി വേഗത്തിൽ അവരോടാൻ തുടങ്ങി. ഭഗവാനെ സമീപിച്ച് സങ്കടമുണർത്തിച്ചു ബ്രഹ്മാവ്. ക്ലേശനാശകനായിട്ടുള്ള ഭഗവാൻ ബ്രഹ്മാവിനോട് കാമകശ്മലമായ ഈ ദേഹത്തെ ഉപേക്ഷിച്ചാലും എന്നരുളി ചെയ്തു. ബ്രഹ്മാവ് അപ്രകാരം ചെയ്യുകയും ചെയ്തു. ദേഹങ്ങൾ എന്നിവിടെ പറഞ്ഞത് അതാത് ഭാവങ്ങളുടെ സ്വീകരണത്തിനെയാണ്, അതാത് ഭാവങ്ങളുടെ ത്യാഗത്തിനെയാണ് അവിടെ ദേഹങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത്. അതായത് ബ്രഹ്മാവ് ഓരോ തവണ ഓരോ ഭാവങ്ങൾ സ്വീകരിക്കുന്നു, അത് ഉപേക്ഷിക്കണം. സർവത്ര തനുത്യാഗോ നാമ തത്തൻ മനോഭാവത്യാഗോ വിവക്ഷിതഃ ഗ്രഹണം ച തത്തദ്ഭാവാപത്തിരിതി ദ്രഷ്ടവ്യം എന്ന് ശ്രീധരാചാര്യര് ശ്രീധരീയത്തില് ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. അല്ലാതെ ഓരോ ഭൗതിക ശരീരം എടുത്ത് അതിനെ ഉപേക്ഷിക്കുകയല്ല ഉണ്ടായിട്ടുള്ളത്. അവിടുത്തെ ആ പ്രയോഗം ലാക്ഷണികമാണ്. അതായത് നമ്മൾ ഈ ഭൂമണ്ഡലത്തിൽ തന്നെ നോക്കിയാൽ ഇവിടെ സ്ഥായി ആയിട്ടുള്ള കാര്യങ്ങളാണ് വിശപ്പ്, ദാഹം, ഭോഗേച്ഛ, അതായത് രതിയിൽ ഏർപ്പെടാനുള്ള താല്പര്യം. ഇതെല്ലാ ജീവജാലങ്ങളിലും ഉണ്ട്. ജീവന്റെ തന്നെ പ്രകടമായിട്ടുള്ള 3 കാര്യങ്ങളാണിത്. അപ്പൊ ബ്രഹ്മാവ് ഈ 3 കാര്യങ്ങളെയും സൃഷ്ടിച്ചു. താം കൊണ ചരണാംഭോജാം മദവിഹ്വലലോചനാം കാഞ്ചീ കലാപ വിലസദ്ദുഗൂലച്ഛന്ന രോധസം അന്യോന്യ ശ്ലേഷയോത്തുംഗ നിരന്തര പയോധരാം സുനാസാം സുദ്വിജാം സ്നിഗ്ധഹാസലീലാവലോകനാം ഗൂഹന്തീം വ്രീഡയാത്മാനം ലീലാളകപരൂധിനീം ഉപലഭ്യാസുരാധർമ്മ സർവേ സമ്മമുഹുസ്ത്രിയം. ഹേ ധർമ്മ, അല്ലയോ ധർമ്മരാജാവേ, വിദുരാം കാഞ്ചീ കലാപ വിലസദ്ദുഗൂലച്ഛന്നരോധസം അരഞ്ഞാൺ കൊണ്ട് അലങ്കരിച്ച പട്ടുടയാടയാൽ മറയ്ക്കപ്പെട്ട അരക്കെട്ടോടും അന്യോന്യ ശ്ലേഷയ എപ്പോഴും പരസ്പരം ഉരസുകയാൽ ഉത്തുംഗ നിരന്തര പയോധരാം ഉയർന്ന സ്ഥലങ്ങളോടും സുനാസാം നല്ല നാസികയോടും സുദ്വിജാം ഭംഗിയുള്ള പല്ലുകളോടും നീലാളകമരൂധിനിയും കറുത്ത കുറുനിരയോടുകൂടിയവളായും മദവിഹ്വലലോചനാം മത്തുപിടിച്ച പരവശമായ കണ്ണുകളോടും സ്നിഗ്ധഹാസ ലീലാവലോകനാം അഴകാർന്ന മന്ദഹാസത്തോടും ഒളിഞ്ഞു നോട്ടത്തോടും കൊണച്ചരണാംഭോജം തളകിലുക്കത്തോടു കൂടിയ താമരയ്ക്കൊത്ത കാലുകളോടും വ്രീഡയാ ലജ്ജാഭാരത്താൽ ആത്മാനം ശരീരത്തെ ഗൂഹന്തിയും വസ്ത്രത്താൽ മറച്ചും കൊണ്ടിരിക്കുന്ന താൻ സ്ത്രീയം ആ സ്ത്രീയെ ഉപലഭ്യ കണ്ടിട്ട്
സർവേ അസുരാഹ എല്ലാ അസുരന്മാരും സമ്മമുഹു മോഹിച്ചു. അപ്പം ബ്രഹ്മാവ് പരിത്യജിച്ച ശരീരം അഥവാ മനോഭാവം സന്ധ്യയായി പരിണമിച്ചു. ഒരു സ്ത്രീരൂപമായി അത് അസുരന്മാർക്ക് അനുഭവപ്പെട്ടു. അവളുടെ ആ വർണ്ണനയാണ് നമ്മൾ ഈ ഒരു ശ്ലോകത്തിൽ കാണുന്നത്. ഈ 3 ശ്ലോകങ്ങളിൽ ആ സന്ധ്യാദേവിയെ വർണ്ണിക്കുകയാണ്. അപ്പോ അതിനി തുടർന്ന് പറയേണ്ട കാര്യമില്ല. ആ സ്ത്രീയുടെ സൗന്ദര്യം, ആ സന്ധ്യാദേവിയുടെ സൗന്ദര്യം ഒരു സ്ത്രീ വർണ്ണനയായിട്ട് പറഞ്ഞതാണ്. അപ്പൊ ഇനി ഈ സന്ധ്യാദേവിയെ കണ്ട സമയത്ത് നോക്കൂ. അഹോ രൂപമഹോ ധൈര്യം അഹോ അസ്യാനവം വയഃ മധ്യേ കാമയമാനാനാം അകാമേവ വിസർപ്പതി. അസ്യാരൂപം ഇവളുടെ ആകൃതി അഹോ ആശ്ചര്യകരം തന്നെ. നവം വയഃ യൗവനപ്രായവും അഹോ അപ്രകാരം ആശ്ചര്യകരം തന്നെ. കാമയമാനാനാം മധ്യേ കാമിക്കുന്ന നമുക്കിടയിൽ അകാമ ഇവ കാമമില്ലാത്തവളെ പോലെ വിസർപ്പതി സഞ്ചരിക്കുന്നു. അഹോ ധൈര്യം ഇവളുടെ സ്ഥൈര്യം അത്ഭുതാവഹം തന്നെ. വിതർക്കയന്തോ ബഹുധാം താം സന്ധ്യാം പ്രമദാകൃതിം അഭിസംഭാവ്യ വിശ്രംഭാത് പര്യപൃച്ഛത് കുമേധസഃ. പ്രമദാകൃതിം സുന്ദരിയുടെ രൂപമുള്ള താം സന്ധ്യാം ആ സന്ധ്യയെ ബഹുധ പലവിധം വിതർക്കയന്ത ചർച്ച ചെയ്തുകൊണ്ട് കുമേധസഃ കാമാക്രാന്തരായിട്ടുള്ള അസുരന്മാര് പ്രേമം നിമിത്തം അഭിസംഭാവ്യ ആദരവോടെ പര്യപൃച്ഛൻ ചോദിച്ചു. കാസി കസ്യാസിരംഭോരു കോവാർത്ഥസ്തേത്ര ഭാമിനി രൂപദ്രവിണ പണ്യേന ദുർഭഗാന്നോ വിബാധസേ. ഹേ രംഭോരു, അല്ലയോ സുന്ദരി, കാ അസി നീ ആരാണ്? കസ്യ അസി ആരുടെ മകളാണ്? തേ അത്ര നിനക്കിവിടെ. കഹ വാ അർത്ഥഃ എന്ത് കാര്യം? ഭാമിനി അല്ലയോ സ്ത്രീരത്നമേ, രൂപദ്രവിണ പണ്യേന നിന്റെ സൗന്ദര്യദ്രവിണമായ വിൽപ്പനച്ചരക്ക് കൊണ്ട് ദുർഭഗാൻ ഭാഗ്യഹീനരായ ഞങ്ങളെ വിബാധസേ നീ അലട്ടുന്നു. യാവാ കാചിത്വമബലേ ദിഷ്ട്യാ സന്ദർശനം തവ ഉത്സുനോഷിക്ഷമാണാനാം കന്തുകക്രീഡയാ മനഃ. ഹേ അബലേ അല്ലയോ അബലയായവളെ, ത്വം യാവ നീ ആരെങ്കിലും ആകട്ടെ, തവ നിന്റെ സന്ദർശനം ദൃഷ്ട്യ ഭാഗ്യവശാൽ ലഭിച്ച കന്തുകക്രീഡയ പന്താടിക്കൊണ്ട് ഈക്ഷമാണാനാം കാണികളുടെ മനസ്സിനെ ഉത്സുനോഷി നീ ചതയ്ക്കുന്നു. തുടർന്ന് നൈകത്രതേ ജയതിശാലിനി പാദപത്മം ഖനന്ദ്യാമുഹു കരതലേന പദത്പതംഗം മധ്യം വിഷീദതി ബൃഹൽ സ്തനഭാരഭീതം ശാന്തേവ ദൃഷ്ടിരമല സുശിഖ സമൂഹ. ഹേ ശാലിനി അല്ലയോ ശാലീനയായവളെ, മുഹു വീണ്ടും വീണ്ടും, പതത്പതംഗം പൊന്തുന്ന പന്ത്, കരതലേന കൈത്തലത്താൽ, ഖനന്ദ്യ അടിക്കുന്ന, തേ ഭവതിയുടെ, പാദപത്മം താമരപ്പൂവത്ത കാല്, ഏകത്ര എങ്ങും, നജയതി ഉറക്കുന്നില്ല, ബൃഹസ്തനഭാരഭീതം തടിച്ച സ്ഥലങ്ങൾ വഹിപ്പാൻ ഭയന്ന്, മധ്യം അരക്കെട്ട്, വിഷീദതി തളരുന്നു, അമലാദൃഷ്ടി തെളിഞ്ഞ കണ്ണ്, ശാന്ത ഇവ മന്ദമന്ദം ചലിക്കുന്നു, സുശിഖാസമൂഹ ഭവതിയുടെ അഴകാർന്ന തലമുടി അതിസുന്ദരം തന്നെ. ഇതി സായന്തനീം സന്ധ്യാമസുരാ പ്രമദായതീം പ്രലോഭയന്തീം ജഗൃഹു മത്വ മൂഢധിയ സ്ത്രീയം. പ്രമദായതീം വികാരവതിയായ സ്ത്രീ സമാനയായവളും പ്രലോഭയന്തീം മനസ്സിനെ അലട്ടുന്നവളുമായ സായന്തനീം സന്ധ്യാം ആ സായം സന്ധ്യയെ സ്ത്രീയം മത്വ സ്ത്രീയാണെന്ന് വിചാരിച്ച് മൂഢധിയ മൂഢരായ അസുരാഹ അസുരന്മാർ ഇതി ഇങ്ങനെ പറഞ്ഞ് ജഗൃഹു പിടിച്ചു. പ്രഹസ്യ ഭാവഗംഭീരം ജിഘ്രന്ത്യാത്മാനമാത്മനാം കാന്ത്യാ സസർജ ഭഗവാന് ഗന്ധർവാപ്സരസാം ഗണാന്. സാതു ഭാവഗംഭീരം അവളാകട്ടെ ഗംഭീരഭാവത്തോടെ പ്രഹസ്യ ചിരിച്ച് ആത്മന തന്നാൽ ആത്മാനം തന്നെ തന്നെ ജിഘ്രന്തി അന്തർദധെ മണക്കുന്നവളായിട്ട് തിരോധാനം ചെയ്തു. ഭഗവാൻ ബ്രഹ്മാവ് കാന്ത്യ സൗന്ദര്യം എന്ന അവസ്ഥ കൊണ്ട് ഗന്ധർവാപ്സരസാം ഗന്ധർവന്മാരുടെയും അപ്സരസുകളുടെയും ഗണാൻഗണങ്ങളെ സസർജാച്ച സൃഷ്ടിക്കുകയും ചെയ്തു. വിസസർജ തനും താം വൈ ജോസ്താം കാന്തിമതിയും പ്രിയാം തയേവ ചാദുഃപ്രീത്യ വിശ്വാവസു പുരോഗമാഹ. ബ്രഹ്മാതു കാന്തിമതിയും ബ്രഹ്മാവാകട്ടെ ശോഭയോടുകൂടിയതും
പ്രിയാം പ്രേമമയവുമായ താം തനും വൈ ആ ശരീരത്തെയും വിസസർജ ഉപേക്ഷിച്ചു ജ്യോത്സ്നാം ചന്ദ്രികയായ അതിനെ വിശ്വാവസു പുരോഗമഃ വിശ്വാവസു മുതലായ തേ ഏവച ആ ഗന്ധർവന്മാർ തന്നെ പ്രീത്യാ ആദതു പ്രീതിയോടെ സ്വീകരിച്ചു. സൃഷ്ടാ ഭൂതപിശാചാംശ ഭഗവാൻ ആത്മതന്ത്രിണാം ദിഗ്വാസസോ മുക്രകേശാൻ വീക്ഷ ചമീലയദൃശൗ. ഭഗവാൻ ബ്രഹ്മാവ് അതന്ത്രിണാം ആതന്ത്രിണ ആത്മതന്ത്രിണ ഭഗവാൻ ആത്മതന്ത്രിണ തന്റെ ആലസ്യം കൊണ്ട്, തന്ത്ര എന്ന് പറഞ്ഞ ആലസ്യം, ഭൂതപിശാചാംശ ഭൂതങ്ങളെയും പിശാചുക്കളെയും സൃഷ്ടിച്ച് ദിഗ്വാസസഹ നഗ്നരും മുക്രകേശാഞ്ച മുടി അഴിച്ചിട്ടവരുമായ അവരെ വീക്ഷ കണ്ടിട്ട് ദൃശോ രണ്ട് കണ്ണും അമീലയത്ത് അടച്ചു. ദിഗ്വാസസഹ എന്ന് പറഞ്ഞാൽ ദിക്കുകളെ വസ്ത്രമായി ധരിക്കുന്നവര് എന്ന് വെച്ചാൽ നഗ്നര് എന്നർത്ഥം. ജഗൃഹു തദ് വിസൃഷ്ടാം താൻ ജൃംഭണാഖ്യാം തനും പ്രഭോ നിദ്രാം ഇന്ദ്രിയ വിക്ലേദോ യയാ ഭൂതേഷു ദൃശ്യതേ യനോച്ഛിഷ്ടാൻ ദർശയന്തി തമുന്മാദം പ്രചക്ഷതേ. തദ്വിസൃഷ്ടാം ബ്രഹ്മാവിനാൽ ഉപേക്ഷിക്കപ്പെട്ട ജൃംഭണാഖ്യാം കോട്ടുവായ് എന്നറിയപ്പെടുന്ന പ്രഭോ ബ്രഹ്മാവിന്റെ താം തനും ആ ശരീരത്തെ ജഗൃഹു ഭൂതപ്രേതാദികൾ ഗ്രഹിച്ചു. യയാ യാതൊന്നിനാൽ ഭൂതേഷു പ്രാണികളിൽ ഇന്ദ്രിയ വിക്ലേദ ഇന്ദ്രിയ ക്ഷീണം ദൃശ്യതയെ കാണപ്പെടുന്നുവോ നിദ്രാം അതിനെ നിദ്രയെന്നും യേന യാതൊരു ഇന്ദ്രിയസ്രാവം കൊണ്ട് ഉച്ഛിഷ്ടാൻ അശുദ്ധരെ ദർശയന്തി പിച്ചും പേയും ബാധിക്കുന്നുവോ തം അതിനെ ഉന്മാദമെന്നും പ്രചക്ഷതയെ പറഞ്ഞു വരുന്നു. ഊർജസ്വന്തം മന്യമാന ആത്മാനം ഭഗവാനജ സാധ്യാൻ ഗണാൻ പിതൃഗണാന് പരോക്ഷേണ ആസജൽ പ്രഭു സർവശക്തനും ഭഗവാനുമായ അജഹ ബ്രഹ്മാവ് ആത്മാനം തന്നെ ഊർജസ്വന്തം ബലവാനായി മന്യമാനഹ ഭാവിച്ചുകൊണ്ട് പരോക്ഷേണ ദൃശ്യരൂപത്തോടെ സാധ്യാൻ ഗണാൻ സാധ്യന്മാരെന്ന ഗണങ്ങളെയും പിതൃഗണങ്ങളെയും ആശ്രജത് സൃഷ്ടിച്ചു. ആത്മസർഗം തം കായം പിതര പ്രതിവേദിരെ സാധ്യേഭ്യശ്ച പിതൃഭ്യശ്ച കവയോ യദ് വിതന്വതേ. തേ പിതരഹ പിതൃക്കൾ ആത്മസർഗം തങ്ങളുടെ സൃഷ്ടിക്ക് കാരണമായ തങ്കായം ആ അദൃശ്യ ശരീരത്തെ പ്രതിപേതിരെ പ്രാപിച്ച് യാതൊന്നുകൊണ്ട് കവയഹ കർമ്മ മാർഗ കുശലന്മാര് സാധ്യേഭ്യ ച സാധ്യന്മാർക്കും പിതൃഭ്യ ച പിതൃക്കൾക്കും വിതന്വതേ ശ്രാദ്ധാദികൾ നടത്തുന്നു. സിദ്ധാൻ വിദ്യാധരാംശൈവ തിരോധാനേന സോസൃജത് തേഭ്യോ ദദാത്തമാത്മാനമന്തർധാനാഖ്യമദ്ഭുതം. സഹ ബ്രഹ്മാവ് സിദ്ധാൻ വിദ്യാധരാഞ്ച എവ സിദ്ധവിദ്യാധരാദികളെ തിരോധാനേന അന്തർധാന ശക്തി കൊണ്ട് അസൃജത് സൃഷ്ടിച്ചു. അന്തർധാനാഖ്യം അന്തർധാനം എന്ന അത്ഭുതകരമായ തം ആത്മാനം ആ ശരീരത്തെ തേഭ്യ അവർക്ക് അദദാത് കൊടുത്തു. സ കിന്നരാൻ കിംപുരുഷാൻ പ്രത്യാത്മേന ആസജത് പ്രഭു മാനയൻ ആത്മനാത്മാനം ആത്മാഭാസം വിലോകയെന്ന്. പ്രഭു സർവശക്തനായ ബ്രഹ്മാവ് ആത്മാഭാസം സ്വന്തം പ്രതിബിംബത്തെ വിലോകയെന്ന് നോക്കിക്കണ്ട് ആത്മാനം തന്നെത്താൻ അർത്ഥം മാനയൻ അഭിമാനിച്ചുകൊണ്ട് പ്രത്യാത്മേന തന്റെ ആ പ്രതിബിംബത്താൽ കിന്നരന്മാരെയും കിംപുരുഷന്മാരെയും അസൃജത് സൃഷ്ടിച്ചു. തേതു തജ്ജഗൃഹൂരൂപം ത്യക്രം യത് പരമേഷ്ഠിന മിഥുനീഭൂയ ഗായന്തസ്തമേവോഷസി കർമ്മഭി. പരമേഷ്ഠിന ബ്രഹ്മാവിനാൽ ത്യക്രം ത്യജിക്കപ്പെട്ട രൂപമേതോ തത് തു അതിനെയാകട്ടെ തേ അവർ ജഗൃഹു ഗ്രഹിച്ചു മിഥുനീഭൂയ അവർ ഇണപിരിയാതെ ഉഷസി പ്രഭാത സമയത്ത് തം ഏവ കർമ്മഭി ഗായന്ത ആ സൃഷ്ടാവിനെ തന്നെ വാഴ്ത്തിക്കൊണ്ട് പാടുന്നു. ദേഹേന വൈ ഭോഗവതഃ ശയാനോ ബഹുചിന്തയാം സർഗേനുപചിതേ ക്രോധാദുത്സസർജഃ തദ്വപു. സർഗേ സൃഷ്ടികർമ്മം അനുപചിതേ അഭിവൃദ്ധിപ്പെടാഞ്ഞതിനാലുള്ള ക്രോധാത് കോപത്താൽ ബഹുചിന്തയ പല ചിന്തകളോടും കൂടി ഭോഗവത വിടർന്ന ദേഹേന ശരീരത്തോടെ ശയാന വൈ കിടന്നുകൊണ്ട് തന്നെ തദ്വപു ആ ദേഹവും ഉത്സസർജ ഉപേക്ഷിച്ചു അത്രേ.
യേഹീയന്താമുദക്കേശ അഹയസ്തേങ്ക ജജ്ഞിരേ സർപ്പ പ്രസർപ്പത ക്രൂരാഹ നാഗ ഭോഗോരു കന്ധരഹ. ഹേ അംഗ, അല്ലയോ പ്രിയപ്പെട്ടവനെ, യേ കേശഹ ഏതത്തലനാരുകൾ അമുതഹ ഈ ശരീരത്തിൽ നിന്ന് അഹീയന്ത കൊഴിഞ്ഞു വീണുവോ തേ അവ അഹയഹ പാമ്പുകളായി ജജ്ഞിരെ ജനിച്ചു. പ്രസർപ്പതഃ പ്രസർപ്പണം ചെയ്യുന്ന ശരീരത്തിൽ നിന്നുടലെടുത്ത സർപ്പാഹ സർപ്പജാതികൾ നാഗാഹ നാഗങ്ങളാണ്. ക്രൂരാഹ അവ കോപ സ്വഭാവികളാണ്. ഭോഗോരു കന്ധരാഹ ഘണം കൊണ്ട് തടിച്ച കഴുത്തോടുകൂടിയവയുമാണ്. സ ആത്മാനം മന്യമാന കൃതകൃത്യ ഇവാത്മഭൂ തഥാ മനോൻ സസർജാന്തേ മനസാ ലോകഭാവനാന്. സഹ ആത്മഭൂ ആ ബ്രഹ്മാവ് ആത്മാനം കൃതകൃത്യ ഇവ തന്നെ കുറിച്ച് കൃതാർത്ഥനെന്ന് മന്യമാനഹ ചിന്തിച്ചുകൊണ്ട് അന്തേ ഒടുവിൽ മനസ മനോഭാവം കൊണ്ട് ലോകഭാവനാൻ ലോകപാലനത്തിന് പ്രാപ്തന്മാരായിട്ടുള്ള മനുക്കളെ തഥാ അപ്പോൾ സസർജ സൃഷ്ടിച്ചു. തേഭ്യ സ്വത്യസൃജസ്യൂയം പുരം പുരുഷമാത്മവാന് താൻ ദൃഷ്ടായേ പുരാസൃഷ്ടാഹ പ്രശംസു പ്രജാപതിം. ആത്മവാൻ ആത്മാവിനെ അറിയുന്ന സഹ ബ്രഹ്മാവ് സ്വയം തൻ്റെ പുരുഷം പുരം പുരുഷദേഹം തേഭ്യ അവർക്ക് അത്യസൃജ കൊടുത്തു. താൻ ദൃഷ്ട അവരെ കണ്ടപ്പോൾ പുരാ മുമ്പ് സൃഷ്ടായേ സൃഷ്ടിക്കപ്പെട്ടവർ പ്രജാപതിം ബ്രഹ്മാവിനെ ഇങ്ങനെ പ്രശംസിക്കുകയും ചെയ്തു. അഹോ ഏതൽ ജഗത്സൃഷ്ട സുകൃതം ബദതേ കൃതം പ്രതിഷ്ഠിതാ ക്രിയാ യസ്മിന് സാകമന്നമദാമഹേ. ഹേ ജഗത്സൃഷ്ട, അല്ലയോ ലോകസൃഷ്ടാവേ, തേ ഏതത് അങ്ങയാൽ ഈ കൃതം ചെയ്യപ്പെട്ടത് സുകൃതം അഹോബത നല്ല കാര്യം തന്നെ. യസ്മിൻ ഈ യാതൊന്നിൽ ക്രിയാഹ ക്രിയകൾ പ്രതിഷ്ഠിതാഹ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. സാകം ഞങ്ങൾ ഒരുമിച്ച് അന്നം ഹവിർഭാഗത്തെ അദാമഹ അനുഭവിച്ചു കൊള്ളാം. തപസാ വിദ്യയായുക്രോ യോഗേന സുസമാധിന ഋഷീകേശ സസർജാഭിമത പ്രജാഹ. ഋഷീകേശ ഇന്ദ്രിയജയം കൈവരിച്ചവനും ഋഷി വേദദ്രഷ്ടാവുമായിട്ടുള്ള ബ്രഹ്മാവ് തപസ്സോടും വിദ്യയോടും യോഗേന യോഗാഭ്യാസത്തോടും സുസമാധിന സമാധിയോടും യുക്രഹ കൂടിയിട്ട് അഭിമതാഹ തനിക്ക് ഇഷ്ടപ്പെട്ട പ്രജകളായ ഋഷികളെ സസർജ സൃഷ്ടിച്ചു. തേഭ്യൈകൈകശസ്വസ്യ ദേഹസ്യ അംശമദാദജ യത സമാധിയോഗദ്ധി തപോവിദ്യാവിരക്രിമത. അജഹ ബ്രഹ്മാവ് തേഭ്യ അവർക്ക് സ്വസ്യ ദേഹസ്യ തൻ്റെ ദേഹത്തിന്റെ സമാധി യോഗ ഋദ്ധി തപോ വിദ്യ വിരക്രിമത. സമാധി യോഗം ഐശ്വര്യം തപസ് വിദ്യ വൈരാഗ്യം എന്നിവ യത് ഏതോ തത് അംശം ആ അംശത്തെ ഏകൈകശഃ ഓരോന്നായി അതാത് കൊടുക്കുകയും ചെയ്തു. അപ്പൊ അവിടെ സന്ധ്യയെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആ സന്ധ്യയെ കുറിച്ചാണ് പിന്നീട് നമ്മൾ ആ കാണുന്ന ശ്ലോകങ്ങളിൽ ആദ്യം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അവൾ തങ്ങളെ സ്വീകരിക്കുമെന്ന വിശ്വാസത്തോടെ അസുരന്മാര് ഈ സന്ധ്യാദേവിയെ സമീപിച്ചു. അല്ലയോ സുന്ദരി, നീ ആര്, നിന്റെ പിതാവാര്, എന്താ ആവശ്യത്തിന് ഇവിടെ വന്നു എന്നിങ്ങനെ പലതും ചോദിച്ചു. അവളുടെ ദേഹകാന്തിയെ പ്രശംസിച്ചു. അതൊരു സ്ത്രീ തന്നെ എന്ന വിശ്വാസത്തോടെ അസുരന്മാർ ആ രൂപത്തെ പിടിക്കുകയും ചെയ്തു. അവൾ ഒന്ന് ചിരിച്ച് തന്നെത്താൻ ഘ്രാണം ചെയ്യുന്നവളായിട്ട് അന്തർധാനം ചെയ്തു. അവളുടെ മൂർത്തിമത്തായ സൗന്ദര്യം കൊണ്ട് ബ്രഹ്മാവ് ഗന്ധർവന്മാരുടെയും അപ്സരസുകളുടെയും സമൂഹത്തെ സൃഷ്ടിച്ചു. പ്രഭാമയമായ ആ ശരീരത്തെയും ബ്രഹ്മാവ് ഉപേക്ഷിച്ചു. ആ ശോഭ ചന്ദ്രിക നിലാവായി തീർന്നു. ഗന്ധർവാദികൾ ആ ചന്ദ്രികയെ സ്വീകരിച്ചു. ഗന്ധർവരിൽ മുഖ്യൻ വിശ്വാവസു ആവുന്നു. അപ്പൊ ഗന്ധം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക, ഗന്ധർവന്മാർ എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക, സന്ധ്യയെ ശ്രദ്ധിക്കുക, ആ സന്ധ്യ എന്തായിരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക. അതൊക്കെ പറഞ്ഞു വരുന്ന സമയത്ത് ഈ നേരത്തെ പറഞ്ഞ ഈ വിശപ്പ്, ദാഹം, രതി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചിന്തിക്കാൻ സാധിക്കും. ഈ പറഞ്ഞ വാക്കുകളോടെല്ലാം ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ ഇങ്ങനെ വളരെ മനോഹരമായി കാവ്യാത്മകമായി വർണ്ണിച്ചു പോകുന്നത്. ബ്രഹ്മാവിന്റെ ആലസ്യം എന്ന ഭാവത്തിൽ നിന്ന് ഭൂതങ്ങളെയും പിശാചുക്കളെയും സൃഷ്ടിച്ചു. നഗ്നരും തലമുടി അഴിച്ചിട്ടവളുമായി അവരെ കണ്ട് ബ്രഹ്മാവ് കണ്ണടച്ചു. ബ്രഹ്മാവ് ആലസ്യ ഭാവത്തെ ഉപേക്ഷിച്ചു. ഭൂതങ്ങളും പിശാചുക്കളും ഒക്കെ ആ ആലസ്യഭാവത്തെ സ്വീകരിച്ചു. ഇതാണ് നിദ്ര. ജീവജാലങ്ങളിൽ കാണുന്ന ഇന്ദ്രിയങ്ങളുടെ ക്ഷീണഭാവം ഇതിൽ നിന്നാണ് ഉണ്ടായത്. അതിന് പല രൂപഭേദങ്ങളുമുണ്ട്. അതിലൊന്നാണ് ഉന്മാദം.
അപ്പൊ അവിടെ രതിയെ കുറിച്ച് പറഞ്ഞു. തുടർന്നാണ് ഉറക്കത്തെ കുറിച്ച് പറയുന്നത്. അല്ലെ, ജീവജാലങ്ങൾക്കൊക്കെ ഉറക്കം എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ജീവജാലങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവ ഭക്ഷണം കഴിക്കുന്നു, അപ്പൊ വിശപ്പുണ്ട്, ദാഹിക്കുന്നു, വെള്ളം കുടിക്കുന്നു, രതിയിൽ ഏർപ്പെടുന്നു, അടുത്ത തലമുറയെ സൃഷ്ടിക്കുന്നു. അത് കഴിഞ്ഞാൽ ചെയ്യുന്ന പണിയാണ് എന്ത്? കിടന്നുറങ്ങുക എന്നുള്ളത്. അവിടെ തന്നെ പറഞ്ഞു, നല്ലൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചത്, ഇന്ദ്രിയങ്ങള്. അല്ലെ, ഇന്ദ്രിയം എന്നുള്ള ശബ്ദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് നമ്മൾ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ ഹോർമോണുകൾ, ആ ഹോർമോണുകൾ നമ്മുടെ ഈ രക്തത്തിൽ കലരുന്ന സമയത്ത് അത് പല അവശേഷിപ്പുകളും ഉണ്ടാക്കി വെക്കുന്നുണ്ട്, പലതരത്തിലുള്ള മാനസിക രോഗങ്ങൾക്ക് കാരണമായി തീരുന്നുണ്ട്. അപ്പൊ അതങ്ങനെ ആ രീതിയിലൊക്കെ നമുക്ക് ചിന്തിക്കാം. വളരെ രസകരമാണ് ഇവിടെ മൈത്രേയ മഹർഷി പറഞ്ഞു പോകുന്ന കാര്യങ്ങള്. അല്ലെ, തമുന്മാദം പ്രചക്ഷതേ, എങ്ങനെയാണ് ഈ മാനസിക രോഗങ്ങൾ, ആയുർവേദത്തിലും മറ്റുമൊക്കെ മാനസിക രോഗങ്ങൾ ഉന്മാദം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഉന്മാദവും ഈ രതിയുമായി അഭേദ്യമായ ബന്ധമുണ്ടെന്നുള്ളതാണ് സത്യം. അപ്പോ ഇങ്ങനെ അനേകം വിഷയങ്ങൾ ഈ ഒരു അധ്യായത്തില് ചർച്ച ചെയ്തു പോകുന്നുണ്ട്. അനന്തരം ബ്രഹ്മാവ് തന്റെ മനോബലം മുഴുവൻ ഉപയോഗിച്ച് അദൃശ്യരായ സാധ്യന്മാർ, പിതൃക്കൾ എന്നിവരെ സൃഷ്ടിച്ചു. തങ്ങളെ സൃഷ്ടിച്ച ആ ബ്രഹ്മ ശരീരത്തെ സാധ്യന്മാരും പിതൃക്കളും സ്വീകരിച്ചു. അത്യന്തം ഊർജ്ജസ്വലമായ ശരീരത്തെ സ്വീകരിച്ചവരാകയാലാണ് സാധ്യന്മാർക്കും പിതൃക്കൾക്കും വേണ്ടി വിദ്വാൻമാർ ശ്രാദ്ധം മുതലായവ നടത്തുന്നത്. തിരോധാനം അഥവാ മറവ് എന്ന ഭാവം കൊണ്ട് ബ്രഹ്മാവ് സിദ്ധന്മാരെയും വിദ്യാധരന്മാരെയും സൃഷ്ടിച്ചു. അവർക്ക് അന്തർധാനം എന്ന തന്റെ ശരീരത്തെ നൽകി. സ്വശരീരത്തിന്റെ പ്രതിബിംബം കൊണ്ട് കിന്നരന്മാർ, കിംപുരുഷന്മാർ എന്നിവരെ സൃഷ്ടിച്ചു. അതിനാധാരമായ ബ്രഹ്മാവിന്റെ ശരീരത്തെ അവർ ഗ്രഹിച്ചു. തന്നിമിത്തം അവർ ഭാര്യാസമേതരായിട്ട് പ്രഭാത സമയത്ത് ബ്രഹ്മാവിന്റെ അപദാനങ്ങളെ ഗാനം ചെയ്യുന്നവരായി തീർന്നു. ഇങ്ങനെയൊക്കെ സൃഷ്ടി മുന്നോട്ട് പോകുന്നു. പക്ഷെ എന്നിട്ടും ആ സൃഷ്ടികർമ്മം വേണ്ടത്ര പുരോഗമിക്കാഞ്ഞതിനാൽ ബ്രഹ്മാവ് തന്റെ സ്ഥൂല ശരീരത്തോടെ ചിന്താമഗ്നനായി ശയിച്ചു. അപ്പോൾ ബ്രഹ്മാവിന് ക്രോധമുണ്ടായി. ആ ശരീരത്തെയും ത്യജിച്ചു. അതാൽ ആ ക്രോധഭാവത്തെ ത്യജിച്ചു എന്നർത്ഥം. ബ്രഹ്മാവ് കിടന്നപ്പോൾ അഴിഞ്ഞ് വീണ തലമുടിയിൽ നിന്ന് സർപ്പങ്ങൾ, നാഗങ്ങൾ മുതലായ ഇഴജന്തുക്കൾ ഉണ്ടായി അത്രേ. ബ്രഹ്മാവിന് എപ്പോൾ മനസ്സിൽ കൃതാർത്ഥതാബോധം ഉടലെടുത്തുവോ അപ്പോൾ മനസ്സാകുന്ന ദേഹം കൊണ്ട് ലോകരക്ഷയ്ക്ക് പ്രാപ്തന്മാരായ മനുക്കളെ സൃഷ്ടിച്ചു. അവർക്ക് തൻ്റെ പുരുഷാകൃതിയെ ദാനം ചെയ്തു. ബ്രഹ്മാവിനാൽ ഇതിനു മുമ്പ് സൃഷ്ടിക്കപ്പെട്ടവർ ഇത് കണ്ട് ബ്രഹ്മാവിനെ പ്രശംസിച്ചു. ഇതിനുശേഷം ബ്രഹ്മാവ് തന്റെ തപശക്തി, വിദ്യ, യോഗശക്തി ഇത്യാദികളാൽ ഇന്ദ്രിയ നിഗ്രഹം കൈവരിച്ച് ഋഷിഗണങ്ങളെ സൃഷ്ടിച്ചു. അവരെ സൃഷ്ടിക്കാൻ ഉപാധികളായിരുന്ന ജ്ഞാനം, യോഗം ഇത്യാദികൾ ഋഷിമാർക്ക് നൽകി. ചില ഋഷികൾക്ക് ജ്ഞാനം, ചിലർക്ക് യോഗം എന്നിങ്ങനെയാണ് അത്രേ നൽകിയത് എന്നാണ്. അപ്പോ അവിടെ 29 മുതൽക്കുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ സ്ത്രീ രൂപത്തിലുള്ള സന്ധ്യാദേവിയുടെ വർണ്ണനയാണ്. അത് വളരെ പ്രതീകാത്മകമാണ്. ആ രീതിയിൽ എത്രയോ ഭഗവതാചാര്യന്മാർ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. സന്ധ്യാഭ്രമം അരക്കെട്ട്, അസ്തമയ സൂര്യൻ കന്തുകം, നക്ഷത്രങ്ങള് നേത്രങ്ങള്, അന്ധകാരം കുന്തളഭാരം എന്നിങ്ങനെ ആ സന്ധ്യാദേവിയുടെ ശരീരത്തെ തന്നെ വളരെ കോമളമായി വർണ്ണിച്ചിട്ടുള്ളതാണ്. എന്തായാലും വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു അധ്യായമാണ് നമ്മൾ ഈ തൃതീയ സ്കന്ധത്തിൽ 20ാമത്തെ അധ്യായത്തിൽ കണ്ടിട്ടുള്ളത്. നമ്മളെ തന്നെ, അതായത് ഒരു മനുഷ്യ ശരീരത്തെ തന്നെ ആസ്പദമാക്കിയിട്ടാണ് ഈ സൃഷ്ടി വൈപുല്യത്തെക്കുറിച്ച് മൈത്രേയ മഹർഷി ആഴത്തിൽ ചിന്തിച്ചു പോകുന്നത്. അപ്പൊ നമുക്കും ഈ അധ്യായം വായിച്ചിട്ട് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം, കൂടുതൽ കൂടുതൽ വ്യാഖ്യാനങ്ങളും മറ്റുമൊക്കെ എടുത്തു നോക്കുക. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ, നാരായണ നാരായണ.